ഇന്ന് നമ്മൾ ഒരു പടുതാക്കുളം നിർമ്മിക്കുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇരുമ്പിൻ്റെ മെഷ് യൂസ് ചെയ്യാതെ ഈ കാണുന്ന സ്ഥലം കുഴിക്കാതെ കല്ലുകൾ അടുക്കി വെക്കാതെ നമുക്കൊരു പടുതാക്കുളം സിമ്പിളായിട്ട് തന്നെ പടുതാക്കുളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ടാങ്ക് സെറ്റാക്കാൻ ഉദ്ദേശിച്ച സ്ഥലം ആദ്യം നമ്മളൊന്ന് വൃത്തിയാക്കി, അത് കഴിഞ്ഞതിന് ശേഷം അവിടെ സേഫ്റ്റിക്ക് വേണ്ടി അടിയിൽ നമ്മൾ ഫ്ലെക്സിൻ്റെ ഷീറ്റും കുറച്ച് ചാക്കൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മുടെ പടുത കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പടുതാക്കുളം കേട്ടോ. ഇത് ഷേപ്പിൽ ഒട്ടിച്ച് വരുന്നതാണ്. ഏകദേശം 550 GSM വരുന്ന 5 ഫീറ്റ് ഡയ സൈസ് വരുന്ന സംഭവമാണ്. ഇതാണ് നമ്മൾ ഈ സ്പേസിൽ എന്ത് ചെയ്യുന്നത്, അത് വിരിക്കാൻ പോകുന്നത്. സിമ്പിള് പരിപാടി കേട്ടോ. ഇങ്ങനെ ഒരു ടാങ്ക് നിർമ്മിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇല്ലേ. ടാങ്ക് നിർമ്മാണം ഏകദേശം കഴിഞ്ഞ് ഇനി ഇതിൽ വെള്ളം നിർത്തിയാൽ മതി. അങ്ങനെ നമ്മൾ ടാങ്കിൽ വെള്ളം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ടാങ്ക് വിരിച്ച സമയത്തുള്ള ചുളുക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടാണ്. കണ്ടില്ല, സൈഡൊക്കെ ഒരു സപ്പോർട്ടും ഇല്ലാതെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ എത്രത്തോളം നമ്മൾ കപ്പാസിറ്റി കൂട്ടുന്നിടത്തോളം ഒന്നും കൂടി കറക്റ്റായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ആ സൈഡിലൊക്കെ കണ്ടില്ല, അവിടെ ഇനിയും വെള്ളം കയറി വെക്കാണ്ട്. പക്ഷെ നമ്മൾ മീൻ വളർത്താൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമുക്ക് ഓവർ വെള്ളം നിർത്താനും പറ്റില്ല. അങ്ങനെ നമ്മുടെ ടാങ്കിൽ നമ്മൾ വെള്ളം നിർത്തിയിട്ടുണ്ട്. ഈ രണ്ട് സൈഡിൽ ചെറിയൊരു ചുളുക്കം പോലെ സപ്പോർട്ട് ഇല്ലാതെ ഇങ്ങനെ സംഭവം കാണുന്നുണ്ടാ. അത് എന്തെങ്കിലും ഒരു കൊള്ളി കൊടുത്തിട്ട് ഇപ്പോൾ എങ്ങോട്ട് ഇങ്ങനെ എന്താണ് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം തീരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എല്ലാം നോക്കുകയാണെങ്കിൽ ടോട്ടലി നമുക്ക് വേറെ ഒരു സപ്പോർട്ടും ഇല്ലാതെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് ചുളുക്കം കാര്യങ്ങൾ ഉണ്ടായ കാരണം ഇതിൻ്റെ ഫ്ലോർ കറക്റ്റായിട്ട് നമുക്ക് കൊത്തി ചേർക്കാത്ത കാരണം തന്നെ ഇവിടെ വെള്ളം കുറച്ച് തൂങ്ങിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എംസാനിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ സൈഡിൽ തൂക്കം വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓടിൻ്റെ കഷ്ണം ഇറക്കിയിട്ടിട്ട് ഒരു കയറും കൊണ്ട് പുറത്തേക്ക് ഒരു കൊള്ളിമക്ക് വലിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നിട്ടും. എല്ലാത്തിനും നോക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. 5 ഡയാഫീറ്റ് വരുന്ന ഈ ഒരു ടാങ്കിനകത്ത് ഏകദേശം 690 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 15 ഇഞ്ച് ഹൈറ്റ് വരുന്നത്, 550 GSM ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഈ ടാങ്കിനകത്തേക്ക് നമ്മൾ ഇറക്കി വിടാൻ പോകുന്നത് നമ്മുടെ ബലൂൺ റെഡ് പ്ലാറ്റ് ഉണ്ടല്ലോ, അതാണ്. നമുക്കിനി എന്ത് ചെയ്യാം, ബലൂൺ റെഡ് പ്ലാറ്റിനെ പോയിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ പോയിട്ട് കളക്ട് ചെയ്യാം. ചുവന്ന് തുടിച്ച് കാണാൻ നല്ല ഭംഗിയുള്ള നമ്മുടെ ബലൂൺ റെഡ് പ്ലാറ്റ് ഉണ്ടല്ലോ, ഈ മീനായിട്ട് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തുള്ള ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോകുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഓരോ ടാങ്കുകൾ വന്ന് നോക്കിയ സമയത്ത് കാണുന്ന കാഴ്ച കാണുന്നത് താഴെ തട്ടിലൊക്കെ ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ടില്ലേ, ഈ സൈസ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടാങ്കിനകത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിതൊന്ന് ഇളക്കിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ആയിട്ട് കുറേശ്ശെ നമുക്ക് കളക്ട് ചെയ്യണം. എത്രത്തോളം ഉണ്ടെന്നുള്ള നമ്മൾ കൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ബലൂൺ റെഡ് പ്ലാറ്റിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ഫിഷ് തന്നെ കേട്ടത് ഇതിനകത്തൊക്കെ ഈ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓവർ സൈസ് ഇല്ലാത്തൊരു മീഡിയം സൈസുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ടാങ്കായിട്ട് തന്നെ നമ്മൾ പുതിയ ടാങ്കിലേക്ക് ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. ഏകദേശം ഒരു 120-125 ആ റേഞ്ചിലെ കൗണ്ട് കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊരു ഭംഗി കാണാനല്ലേ, റെഡ് കളറ്, പക്ക ഫുൾ റെഡായിട്ട് തന്നെ കേട്ടോ. നല്ല രസമുള്ളൊരു മീനാണ് ഇത്. നമ്മൾ കളക്ട് ചെയ്ത സമയത്ത് ഇതിൽ ചെറുതും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് മീഡിയം സൈസുള്ളതൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. എങ്ങനെയായാലും ഈ ഒരു കൗണ്ടാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ പുതിയ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോകുന്നത്. ആ വെയിലടി ബക്കറ്റിലേക്ക് ശരിക്കും കിട്ടുന്ന കാരണം തന്നെ ഫിഷിൻ്റെ ഭംഗി ശരിക്കും നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ടോപ്പ് വ്യൂ തന്നെ, ടോപ്പ് വ്യൂ പോലെ തന്നെയാണ് സൈഡ് വ്യൂവും. ഇതുപോലെ തന്നെ ഈ ഒരു റെഡ് കളർ തന്നെയാണ് സൈഡ് വ്യൂ ഉണ്ടാവില്ല. പിന്നെ ഫീമെയിലിന് മാത്രമാണ് പക്ക ഡാർക്ക് റെഡ് ഉണ്ടാവില്ല, കുറച്ചത് ലൈറ്റ് ഓറഞ്ച് പോലുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് റെഡ് കുറഞ്ഞിട്ടുള്ള അതൊക്കെ ആയിരിക്കും ഇതിൽ ഫീമെയിൽസ് ഇട്ടാ. എങ്ങനെ നമ്മൾ പുതിയ ടാങ്കിലേക്ക് വരെയാണ് ഇറക്കി വിടാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബലൂൺ റെഡ് പ്ലാറ്റിയുടെ ഏകദേശം ഒരു 120-125 വരുന്ന കുഞ്ഞുങ്ങളതാ പുതിയ ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണ്. ഇതിനകത്ത് ഇതൊന്നുമില്ല കേട്ടോ, ചിലപ്പോൾ ഇതിന് കൂടുതൽ കൗണ്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും കൗണ്ടാണ് ഇടുന്നത്. ഇനി ഇതിൽ നമുക്ക് ഷ്രിമ്പ് ഇടാനുണ്ട്, ഇതിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റിയ ബാക്കി ഏതൊക്കെ മീനുകൾ ഇടാനുള്ളതെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് കിട്ടണം. നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമായപ്പോഴത്തിന്. അപ്പോൾ നമ്മുടെ ടാങ്കിലേക്കാണെങ്കിൽ ഇപ്പോൾ ഉച്ചൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിലൊക്കെ ടാങ്കിലേക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ഇത്രയും കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തത് ഈ ടാങ്കിനെ കുറിച്ചും അതുപോലെ തന്നെ ടാങ്കിൽ നമ്മൾ ബലൂൺ റെഡ് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടണമൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേഷനും നമ്മുടെ ഫാമിൽ കൂടുതൽ അപ്ഡേഷനൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് കൊണ്ടുപോകണം. ബൈ.